ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നതും ഹൗ ടു ഇംപ്രൂവ് യുവർ റീഡിങ് സ്കിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, റീഡ് റെഗുലർ. അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് വായിക്കുകയാണെങ്കിൽ അതിന് നിങ്ങളൊരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് റെഗുലർലി ഡെയിലി ദിവസം വായിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ശീലമാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ രാവിലെ ആണോ സമയം കിട്ടുക, അല്ലെങ്കിൽ വൈകിട്ടാണോ സമയം കിട്ടുക, എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ആദ്യം ഒരു 15 മിനിറ്റ്, നിങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് ആദ്യം ഒരു 5 മിനിറ്റ്, പിന്നെ അത് 10 മിനിറ്റ് ആക്കണം, പിന്നെ അത് 15 മിനിറ്റ് ആക്കണം, പിന്നെ അരമണിക്കൂർ. ഡെയിലി അരമണിക്കൂർ വായിക്കുന്നതും നല്ലതാണ്. നമുക്ക് പല പല കാര്യത്തിനും അറിവൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ അത് ശീലമാക്കി വെക്കുക. പിന്നെ diversify your reading. Expose yourself to various genres, authors and topics. അതായത് പല പല ഓതേഴ്സിന്റെ പുസ്തകങ്ങൾ വായിക്കുക, അതേപോലെ പല പല ടോപ്പിക്സ് എടുത്ത് വായിക്കുക. ഒരേ ടോപ്പിക് തന്നെ വായിക്കുക, അതിന്റെ ഡിഫറെന്റ് ടോപ്പിക്സ് വായിക്കുക. അപ്പൊ അവർ ഓരോ ഓതേഴ്സിനെ റെഫർ ചെയ്ത് വായിക്കുക. അപ്പൊ അവർ ഓരോ ഓതേഴ്സ് പറയുമ്പോഴത്തേക്കും നമുക്ക് പല പല ഐഡിയാസ് ഒക്കെ കിട്ടും. നമുക്ക് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇംപ്രൂവ് വൊക്കാബുലറി, ലേൺ ന്യൂ വേർഡ്സ്, യൂസ് ഫ്ലാഷ് കാർഡ് ആൻഡ് പ്രാക്ടീസ് ആക്റ്റീവ് റീകോൾ. അതായത് നിങ്ങൾ ദിവസം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വൊക്കാബുലറീസ്, പുതിയ പുതിയ വൊക്കാബുലറീസ് ഒക്കെ പഠിക്കുക, ഓരോ വേർഡ്സ്, പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി നിങ്ങൾ അത് റീകളക്ട് ചെയ്യുക, ഓരോ വേർഡ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വേർഡ്സ് കിട്ടിയാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ എന്തുവാണോ അതിന്റെ അർത്ഥം നിങ്ങൾ അത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാവുകയാണെങ്കിൽ പിന്നെയും പിന്നെ ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു ഓതറിന്റെ പുസ്തകം വായിച്ചു, അപ്പൊ ആ ഓതർ യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ട് പറയുന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇത് ഇതാന്നുള്ളത്. ഇപ്പൊ വേറെ ഓതറിന്റെ പുസ്തകം എടുത്താൽ ആ ഓതർ പറയുന്ന കുറെ വേർഡ്സ് അതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങളും പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പറ്റും. പിന്നെ എൻഹാൻസ് കോമ്പോസിഷൻ, സമ്മറൈസിങ്, ടെസ്റ്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് മേക്ക് കണക്ഷൻ. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, പ്രാക്ടീസ് ആക്റ്റീവ് റീഡിങ്. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഉറക്കം തൂങ്ങി അങ്ങനെയൊക്കെ ഒന്നും വായിക്കാണ്ട് നമ്മൾ എൻഗേജ് വിത്ത് ദി മെറ്റീരിയൽ ദാറ്റ് ടേക്ക് ആൻഡ് അനോട്ടേക്ക്. അതായത് നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിച്ച് അവരെന്താണോ എഴുതിയിരിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു ഓതർ എഴുതിയിരിക്കുന്നത്, അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പർട്ടിക്കുലർ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. നല്ലപോലെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. പിന്നെ ബൂസ്റ്റ് ഫ്ലുവൻസി. അത് ഫ്ലുവൻസി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാ? ഇൻക്രീസ് റീഡിങ് സ്പീഡ്, അക്യുറസി ആൻഡ് എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയത്തില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നല്ല രീതിയിൽ മിസ്റ്റേക്സ് വരും. ഓക്കെ, ഒത്തിരി ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് വരാം. ഇപ്പൊ നിങ്ങൾ പതിവ് പോലെ ആയിരിക്കും. ഇപ്പോൾ പുതിയ പുതിയ വേർഡ്സ് കിട്ടുമ്പോൾ നിങ്ങൾ അത് പെറുക്കി ആയിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും അത് വായിക്കുന്നത്. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ ശീലമാണെങ്കിലാണ് നമ്മൾ നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പെറുക്കി വായിക്കാൻ നമുക്ക് അത് ഇംപ്രൂവ്. ഇപ്പൊ നമ്മൾ ആദ്യം ബിക്കോസ് ദെയർ വാസ് ഈവൻ, അങ്ങനെ ആദ്യം നമ്മൾ അങ്ങനെ വായിക്കും. പിന്നീട് നമ്മൾ വായിക്കും ബിക്കോസ് ദെയർ വാസ് ആൻ ഈവൻ ദോ, നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വായിക്കും. അപ്പൊ നമ്മൾ ആ റീഡിങ്ങിന്റെ ആ ഒരു അക്യുറസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറ്റും. ഫ്ലുവൻ്റ് ആയിട്ട് പറയുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് നല്ലൊരു ഫ്ലുവൻസി വരും. പിന്നെ യൂസ് ടെക്നോളജി സ്ട്രേറ്റ് ഗ്യാലർ. നിങ്ങൾ പുതിയ പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യണം വായിക്കുന്നത്. യൂട്ടിലൈസ് ഈ റീഡേഴ്സ് ആപ്പ്, ഓരോരോ ആപ്പുകളൊക്കെ ഉണ്ട്, വായിക്കാനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വായിക്കാം. ഡിജിറ്റൽ ടൂൾ ടു എൻകറേജ് റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ടൂൾസ് ഇപ്പൊ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഒത്തിരി മാറ്റങ്ങളും വരും. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ജോയിൻ എ ബുക്ക് ഹബ് ഓർ ഡിസ്കഷൻ ഗ്രൂപ്പ്. അത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുക. ഒരു ബുക്ക് ഹബിലൊക്കെ ജോയിൻ ചെയ്യുക. എൻഗേജ് ഇൻ കോൺവെർസേഷൻ ആൻഡ് ഷെയർ പെർസ്പെക്റ്റീവ്. അതായത് നിങ്ങൾ ഓരോ കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് ഷെയർ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുവാണെങ്കിൽ അപ്പൊ അവര് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും പുതിയ പുതിയ വേർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം ചിലപ്പോൾ അപ്പം മനസ്സിലായില്ലെങ്കിൽ പിന്നീട് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതുപോലെ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ ഇതുപോലത്തെ ഓരോ ടോപ്പിക്കിൽ ഡിസ്കഷൻ ഒക്കെ നടത്തുവാണെങ്കിൽ. പിന്നെ ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്.
ഇംപ്രൂവ് ഫോക്കസ് ഓൺ റിഡക്ഷൻ. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വായിക്കുന്നവരാണെങ്കിലും ഒത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ട് വായിച്ച് ഓരോരുത്തരും ഉണ്ടാവും ബുക്ക് എടുത്തിട്ട് 10 മണി തൊട്ട് 1 മണി വരെ വായിക്കുക. അങ്ങനത്തെ ശീലങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം ചെയ്യുമ്പോൾ നിങ്ങൾ രാത്രി വായിക്കുക. വായിക്കുന്നത് എത്രത്തോളം നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഒരേ ലേറ്റ് നൈറ്റ് ആയിട്ട് വായിക്കുന്ന നമ്മുടെ കണ്ണിന് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ടൈം ഫിക്സ് ചെയ്യാം. ഇപ്പോൾ വൈകുന്നേരം ഒരു 10 മണിക്കുള്ളിൽ നിങ്ങൾ എന്തായാലും ബുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. ബിക്കോസ് നിങ്ങൾ കിടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുത്തിട്ട് രാവിലെ ഏർലി ഇൻ ദ മോർണിംഗിൽ നിങ്ങൾക്ക് ഈ ശീലം തുടങ്ങാം. അതും വളരെ നല്ലതാണ്. സീക്ക് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വായിക്കാനായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒത്തിരി ഗൈഡൻസ് ഒക്കെ എടുക്കാം. ആരിൽ നിന്നും നമുക്ക് ഗൈഡൻസ് എടുക്കാം. ടീച്ചർമാരിൽ നിന്നും, ട്യൂട്ടോർ ആൻഡ് റീഡിങ് സ്പെഷ്യലിസ്റ്റ്. ഓരോരുത്തർ ബുക്കൊക്കെ വായിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. കാരണം അവർ ചില ആൾക്കാർ വായനാശീലമുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്ക് ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് പല പല നോളേജ് ഒക്കെ കിട്ടും. ഈവൻ നമ്മളിപ്പോ ഏതെങ്കിലും ക്വിസ് കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പൊ ഓരോരുത്തർ വായിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് വരെ അവർക്ക് പറയാൻ പറ്റുന്നത്. സോ അത്രത്തോളം വായിക്കുന്നത് ഉള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്കും കുറെ കാര്യങ്ങൾ അവരിൽ നിന്നും മനസ്സിലാവാനായിട്ട് പറ്റും. പിന്നെ യൂസ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്, ഇമാജിൻ സ്കീൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഇവന്റ്സ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്ക് എടുക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊരു പുസ്തകം വായിക്കുക. ആ വായിക്കുമ്പോൾ നിങ്ങളുടെ വായിക്കുന്ന അതുപോലെ നിങ്ങൾ ബുക്കം വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ അറിയാം, നിങ്ങളുടെ മനസ്സിൽ ഇമാജിനേഷൻ വരും. ഇപ്പൊ നിങ്ങളൊരു കഥ വായിക്കുക, കഥയിലെ കഥാപാത്രങ്ങളൊക്കെ മനസ്സിൽ വരിക, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സിറ്റുവേഷൻ അത് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതൊക്കെയാണ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുക. പ്രാക്ടീസ് സ്വിമ്മിങ് ആൻഡ് സ്കാനിങ്. ക്വിക്ലി ഐഡന്റിഫൈ മെയിൻ ഐഡിയാസ് ആൻഡ് കീ ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻസും ഐഡിയാസും നമ്മൾ വായിക്കും തോറും നമുക്ക് ലഭിക്കും. നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലേൺ ടു റെക്കഗ്നൈസ് ആൻഡ് അനലൈസ്, ഡിവൈസ് ഐഡന്റിഫൈ ഇമ്പാക്ട്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലൈബ്രറി, അതായത് ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്ത് തപ്പി പിടിച്ച് നമുക്ക് വായിക്കാം. ഇപ്പൊ നമ്മൾ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലത്. നമുക്ക് ഓരോ പുസ്തകങ്ങൾ, പുതിയ പുതിയ നോവൽസ്, ഇപ്പൊ പുതിയ പുതിയ ഓഥർ, നമ്മൾ ഒരേ ഓഥറിനെ തന്നെ റെഫർ ചെയ്യാണ്ട് പല പല ഓഥറിനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളും പുതിയ പുതിയ ഐഡിയാസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അത് നല്ല രീതിയിൽ ശ്രമിക്കുക. പിന്നെ റീഡ് ലൗഡ്, അതായത് നമുക്ക് ഫ്ലുവൻസി കമ്മ്യൂണിക്കേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ വായിക്കുക. നല്ല രീതിയിൽ ഒച്ചത്തിൽ വായിക്കുക. നമ്മൾ നല്ല ശബ്ദം എടുത്തിട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യൂസ് ഗ്രാഫിക് ഓർഗനൈസർ, വിഷ്വലൈസ് റിലേഷൻഷിപ്പ് സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് റീഡിങ് ഇൻ ഡിഫറെന്റ് ഫോം, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഡാപ്റ്റ് വേരിയസ് ടെക്സ്റ്റ് സച്ച് ആസ് ആർട്ടിക്കിൾസ്, നമ്മൾ ഓരോരുത്തർ എഴുതിയ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക, എസ്സേസ് വായിക്കുക, ഡോക്യുമെന്ററി ഒക്കെ വായിക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ വായിക്കുക. ഓരോരുത്തർ എഴുതിയ ആർട്ടിക്കിൾസ്, ഓരോരുത്തർ എഴുതിയ മോട്ടിവേഷണൽ കോട്ട്സ്, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഐഡിയാനായിട്ട് പറ്റും. പ്രാക്ടീസ് റീഡിങ് ഇൻ ഡിഫറെന്റ് എൻവിറോൺമെന്റൽ, അതായത് ഓരോ എൻവിറോൺമെന്റലിലും നിന്നും നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അഡാപ്റ്റ് ടു വേരിയസ് സെറ്റിംഗ്സ് സച്ച് ആസ് ഔട്ട്ഡോർ ആൻഡ് ലൈബ്രറി. നമ്മൾ ഔട്ട്ഡോറിൽ പോയിട്ട് വായിക്കുക, ലൈബ്രറിയിൽ നിന്ന് വായിക്കുക. അപ്പൊ പല പല സ്ഥലത്ത് നിന്ന് വായിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് കിട്ടും. കാരണം വെച്ചാൽ അവര് അങ്ങോട്ട് പോകും. അപ്പൊ അതിലൊന്നും നമ്മുടെ മൈൻഡ് പോവാണ്ട് നമ്മൾ എന്ത് ബുക്കാണോ വായിക്കുന്നത് ആ ബുക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ലൈബ്രറിയിലാകുമ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷനും കിട്ടത്തില്ല. കാരണം അവിടെ ഫുൾ സൈലന്റ് ആണ്. നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ഉണ്ടാവും, നമ്മൾ ബുക്ക് എടുക്കുക, അവിടെ നിന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയി ഇരുന്ന് വായിക്കുകയാണെങ്കിൽ ഇപ്പൊ വണ്ടി പോകാനോ ഒച്ച, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നതിന്റെ ശബ്ദം, പല പല നോയ്സ് ഡിസ്റ്റർബൻസും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപക്ഷെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അങ്ങനെ കിട്ടത്തില്ലെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ടിരുന്ന് ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ വായിക്കുന്നത് ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിക്കുക. അങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ റീഡിങ് സ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്ത സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്കഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.